നോക്കൂ, ഇപ്പോൾ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായിട്ടൊരു വലിയ സെക്സ് സ്കാൻഡൽ രൂപപ്പെട്ടിട്ടുണ്ടെന്നും അങ്ങനെയുള്ളൊരു പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയാൽ അത് വലിയ അപകടമാണ് ബി ജെ പിക്ക് ചെയ്യുക എന്നും കഴിഞ്ഞ ഡിസംബറിൽ തന്നെ ബി ജെ പി ദേശീയ നേതൃത്വത്തിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. എന്നിട്ട് കൂടിയും എന്തുകൊണ്ടാണ് ബി ജെ പി ജെ ഡി എസുമായി കർണാടകത്തിൽ സഖ്യമുണ്ടാക്കിയത്? ഇപ്പോൾ തെക്കേ ഇന്ത്യയിൽ മൊത്തം എടുത്താൽ 130 സീറ്റുകളാണുള്ളത്. ആ 130 സീറ്റുകളിൽ കേവലം 30 സീറ്റുകളിൽ മാത്രമാണ് 2019 ബി ജെ പിക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. അതിൽ 26 സീറ്റുകളും സംഭാവന ചെയ്തത് കർണാടകമാണ്. 4 സീറ്റുകളാണ് തെലങ്കാനയിൽ നിന്ന് കിട്ടിയത്. ആന്ധ്രാപ്രദേശിൽ സീറ്റില്ല, തമിഴ്നാട്ടിൽ സീറ്റില്ല, കേരളത്തിൽ സീറ്റില്ല, പുതുച്ചേരിയിൽ സീറ്റില്ല. അപ്പോൾ ഈ 26 സീറ്റുകളുള്ള കർണാടകത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ബി ജെ പി തയ്യാറല്ല. അവരെ സംബന്ധിച്ചിടത്തോളം കർണാടക ഈ സമയത്തൊരു ബാലികേറാമലയായിട്ടുണ്ട്. കാരണം വെച്ചാൽ കർണാടകയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2023 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്ന വോട്ടെന്ന് പറയുന്നത് 36%. അപ്പോൾ അവിടെ സിദ്ധരാമയ്യ സർക്കാർ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗുഡ് ഇമേജ് ഉണ്ട്, ഒരു ഗുഡ് വില്ലുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ബി ജെ പിക്ക് ഒരു വലിയ പ്രതിസന്ധിയാണ്. കർണാടകത്തിൽ നിന്ന് നന്നായി തിരിച്ചറിയുന്ന ബി ജെ പി ഒരു 10% വോട്ട് ജെ ഡി എസിൻ്റെ കൂടെ ചേർന്നാൽ 36 10 46, അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് ഒരു 22 സീറ്റെങ്കിലും പിടിച്ചെടുക്കാം എന്നുള്ളൊരു കണക്കൂട്ടലിലാണ് ജെ ഡി എസുമായി ധാരണയിലെത്തുകയും മത്സരിക്കുകയും ചെയ്യുന്നത്. ഇത്രയും വലിയൊരു അപവാദത്തിലേക്കാണ് ആ പാർട്ടി പോകുന്നതെന്ന് അറിഞ്ഞിട്ടുകൂടിയും അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി അങ്ങനെ ഒരു സഖ്യം രൂപപ്പെടുത്തുന്നതിൻ്റെ സമ്മർദ്ദം ബി ജെ പി അനുഭവിക്കുന്ന യഥാർത്ഥത്തിൽ ഈ പറയുന്ന വലിയ തിരിച്ചടി തെക്കേ ഇന്ത്യയിൽ കർണാടകത്തിൽ അവരെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഒരു സൂചനയായിട്ട് എടുക്കാമെങ്കിൽ രാജ്യത്തുടനീളം ബി ജെ പി സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമ്മർദ്ദത്തിൻ്റെ തുടർച്ചയായിട്ട് വേണം ഈ കത്തിനെ കാണാനായിട്ട്. ഞാൻ ഈ കത്തിനെ ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ട് കാണുന്നത് യഥാർത്ഥത്തിൽ എന്താണ് നോക്കൂ. ഇപ്പോൾ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ, നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ, ഒന്നാം ഘട്ടത്തിൽ ഈ പറയുന്ന മുസ്ലിം വിരോധമോ അയോധ്യയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത് ഗ്ലോബൽ എക്കണോമിക് പവറാക്കാനായിട്ട് ഇന്ത്യയെ മാറ്റുന്നതിന് വേണ്ടി മോഡിയെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരിക എന്നും മോഡി ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സമീപിച്ചെങ്കിൽ ഒന്നാം ഘട്ടത്തിന് ശേഷം പിന്നെ അങ്ങോട്ട് തുടർച്ചയായിട്ട് മുസ്ലിം വിരോധം പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, അതാണ് ഈ കത്തിനെ ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ട് കാണുന്നതെന്ന് പറയുന്നത്. ഈ കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം വലിയ ഇമ്പാക്റ്റ് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. യാതൊരു സംശയവും അക്കാര്യത്തിനകത്ത് വേണ്ട. അത് ഈ പട്ടികജാതി പട്ടികവർഗ്ഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അതർ ബാക്ക്വേർഡ് ക്ലാസ്സിനിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ നോക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഒരു 65-70% എന്ന് പറയുന്നത് ഈ വിഭാഗമാണ് നമ്മുടെ രാജ്യത്ത്. ഒ ബി സി ആണ്, എസ് സി ആണ്, എസ് ടി ആണ്. ഇപ്പോൾ ഈ പറയുന്ന ബി ജെ പിയുടെ വോട്ട് ബാങ്ക് എടുത്തു നോക്കിയാൽ ഒരു 4% 5% സവർണ വോട്ട്. ബാക്കി മുഴുവൻ വോട്ടും പിന്തുണയും എന്ന് പറയുന്നത് ഈ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നും പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗങ്ങളിൽ നിന്നുമാണ്. അവിടെ അവർക്കൊരു പിന്തുണ ആർജിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും കോൺഗ്രസിന് ആ പിന്തുണ നഷ്ടപ്പെട്ടു എന്നുള്ളതുമാണ് ബി ജെ പി യഥാർത്ഥത്തിൽ അധികാരത്തിലെത്തിച്ചിരിക്കുന്നത്. ആ വിഭാഗത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നൊരു മുദ്രാവാക്യം യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരാൻ കഴിയുകയും അതൊരു അജണ്ടയാക്കി മാറ്റുന്നതിൽ കോൺഗ്രസ് വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അവിടെയാണ് ബി ജെ പി ഭയന്നത്, നരേന്ദ്രമോദി ഭയന്നത്. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ അപ്പുറത്ത് ഒരു വലിയ ശത്രുവായി കാണിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി തങ്ങളുടെ വോട്ട് ബാങ്കിൽ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു തിരിച്ചടിയെ മോഡിയും ബി ജെ പിയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ വിഭാഗത്തെ എത്രയും പെട്ടെന്ന് തങ്ങളുടെ കൂടെ നിർത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പരിഗണനാ വിഷയമായിട്ട് ബി ജെ പിയും മോഡിയും കണ്ടിരിക്കുന്നത്. നോക്കൂ, ഇപ്പം അവിടെ അതിന് മോഡി ശ്രമിച്ചത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കൃത്യമായിട്ട് കോൺഗ്രസ് പറയുന്നുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ സംവരണം ഉയർത്തുക മാത്രമല്ല ചെയ്യാൻ പോകുന്നത്, അത് സ്വകാര്യ മേഖലയിലേക്ക് വ്യാപിപ്പിക്കും, അത് മാധ്യമങ്ങളടക്കമുള്ള മേഖലകളിലേക്ക് വ്യാപിപ്പിക്കും. അങ്ങനെ സ്വകാര്യ മേഖലയിലും മാധ്യമങ്ങളടക്കമുള്ള മറ്റു മേഖലകളിലും ഒക്കെ സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജനസംഖ്യാനുപാതികമായി എത്തിച്ചേരേണ്ട എല്ലാ പ്രിവിലേജസും ലഭ്യമാക്കുന്ന രീതിയിൽ, നിങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ ഞങ്ങളിതാ സംവരണം നടപ്പാക്കാൻ പോകുന്നു, കാസ്റ്റ് സെൻസസ് നടപ്പാക്കാൻ പോകുന്നു, ആ സർവേയുടെ അടിസ്ഥാനത്തിൽ സംവരണം ഉയർത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് ക്ലിക്ക് ചെയ്തിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ പറയുന്ന മോഡി ഇനി അതിനെ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കാൻ തീരുമാനിച്ചിട്ട് അത് സംവരണമൊക്കെ ഇവർ കൊണ്ടുവരും. പക്ഷേ യഥാർത്ഥത്തിൽ കൊണ്ടുവരാൻ പോകുന്ന സംവരണം മുസ്ലിങ്ങൾക്കാണെന്നും അതിപ്പോൾ നിലവിലുള്ള നിങ്ങളുടെ സംവരണാവകാശത്തിൽ നിന്ന് തട്ടിപ്പറിച്ച് അതങ്ങോട്ട് കൊടുക്കാൻ പോകുകയാണെന്നുള്ളൊരു ആശയക്കുഴപ്പമുണ്ടാക്കാനാണ് മോഡി ശ്രമിക്കുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വേവില്ല എന്ന് മോഡി തിരിച്ചറിഞ്ഞിരിക്കുന്നു, അനുകൂലമായ ഒരു ഘടകവുമില്ല എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു, പിന്നെ അജണ്ട സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തിരിച്ചറിയുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു വളരെ ഫ്രാൻറ്റിക്കായ ഒരു നരേന്ദ്രമോദിയും ബി ജെ പിയും ഇപ്പോൾ ഈ അപരമത വിദ്വേഷവും ഈ പറയുന്ന തങ്ങളുടെ വോട്ട് ബാങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ചോർച്ചയെ തടയാൻ വേണ്ടിയിട്ടുള്ള ആശയക്കുഴപ്പം നിർമ്മിക്കുന്നതിനുള്ള നീക്കങ്ങളുമാണ് നടത്തുന്നത്. ആ അർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ അജണ്ട വിജയിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ അമ്പേ പരാജയപ്പെട്ട മോഡി ഈ പറയുന്ന കാലിട്ടടിക്കുന്ന ഒരു അവസ്ഥയിലാണ്. കൈകാലിട്ടടിക്കുക എന്ന് പറയത്തില്ലേ, നിലയില്ലാത്ത വെള്ളത്തിൽ വീണ് കൈകാലിട്ടടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മോഡിയും ബി ജെ പിയും മാറിയിട്ടുണ്ട്. അടുത്ത 4 ഘട്ടങ്ങളിൽ 5 ഘട്ടങ്ങളിൽ ഈ പറയുന്ന പരമാവധി ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ശ്രമം തുടരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. Meet the editors.